എടാ വാപ്പല്ലേ ഇവിടെ? ആ വാപ്പുണ്ടല്ലോ, വിളിക്കണോ? വാപ്പ കുറേ ദിവസമായില്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണില്ലല്ലോ ഇപ്പോൾ. വാപ്പക്ക് കുഴപ്പമൊന്നുമില്ല. ആ വാപ്പ അകത്ത് കിടക്കട്ടായിരിക്കും. കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പ പുറത്തേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടി നമ്മൾ ലോകം പറഞ്ഞ് കുത്തിരിക്കണ നമ്മളാ പള്ളീൻ്റെ ആൽത്തറേൻ്റെ അവിടെ. ഇപ്പം കാണില്ല ഒരാഴ്ചയായിട്ട്. ഇപ്പം നേരം മുറ്റത്ത് ഇപ്പോൾ നടന്നലിച്ചിട്ട് അകത്ത് പോയി കിടന്നായിരിക്കും. നിങ്ങൾ തത്തേനെ സീറ്റ് തത്തേൻ്റെ മാതിരി പോറ്റിയാൽ പോരാ. ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തിട്ട് തത്തേൻ്റെ കൂട് തുറന്നിട്ട് സീറ്റ് എടുത്തുകൂടി എന്നിട്ട് അകത്തേക്ക് തന്നെ പൊയ്ക്കോളി എന്ന് അറിഞ്ഞിട്ടല്ല വാപ്പനെ പോറ്റില്ലേ. ഞാൻ കെട്ടിയിട്ടിട്ടൊന്നുമില്ല. വാപ്പ എപ്പം വേണിയും പോവാ, എപ്പം വേണിയും വരാ. എപ്പം വേണേ പോവാ വരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില്ലറ പൈസ എന്തെങ്കിലും കൈമ്മ കൊടുക്കണം. ചില്ലറ പൈസ എന്തെങ്കിലും വീടത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണേ ഞാനാ. പിന്നെ വാപ്പക്ക് എന്താ ചെലവുള്ളത്? വാപ്പക്ക് ചെലവൊന്നുമില്ല. അവിടെ വാപ്പയ്ക്ക് ഉണ്ടോ കമ്പനിക്കാര്. വാപ്പ കഴിഞ്ഞ് കമ്പനിക്കാരെ കൂടെ കൊടുക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ വിളിക്കും. അപ്പൊ എന്നും ഇപ്പൊ കമ്പനിക്കാരെ വക വാപ്പയ്ക്ക് ചായ കുടിക്കാൻ പറ്റും? വാപ്പയ്ക്കും ഇല്ല മാനും അഭിമാനും അന്തസ്സും ഒക്കെ. അപ്പൊ ഇവിടുന്ന് ചായ ഉണ്ടാക്കി കുടിച്ചോട്ടെ. ഇവിടുന്ന് ചായ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ വാപ്പയ്ക്ക് കമ്പനിക്കാർക്ക് ചായ മേടിച്ചു കൊടുക്കണ്ടേ? സ്വഭാവം കളിക്കുന്നു. ഇത് ഹോട്ടലിൽ തന്നെ ഇരുന്ന് കുടിക്കണം എന്താ നിർബന്ധം? ആയ കാലത്ത് എന്നെ കൊണ്ടുപോയിങ്ങാണ്ട് എന്റെ കയ്യും പിടിച്ചിങ്ങാണ്ട് വാപ്പ പോണ സമയത്ത് അവിടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് വാപ്പ എനിക്ക് ആ മുട്ടായി വേണം എന്ന് പറഞ്ഞ് വാപ്പ എനിക്ക് മേടിച്ചു തരല്ലേ? അതൊക്കെ ഉണ്ട്. വാപ്പ മേടിച്ചു കൊടുക്കണം. ഞാൻ എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുക്കണം. വാപ്പനെ കൊണ്ട് പോവല്ലോ. പിന്നെ ഞാൻ മാസം ആകുമ്പോ പുറത്തു പോണില്ലേ? ബാങ്കിൽ പോയിട്ട് വരുന്നില്ലേ? എന്തിനാണ് പോണ്? ബാങ്കിലേക്ക് വാപ്പന്റെ പെൻഷൻ വാങ്ങാനല്ലേ കൂടെ പോണ് മാസത്തിൽ? അത് മൂപ്പര് തന്നെ ചെന്നാലല്ലേ കിട്ടുള്ളൂ. മൂപ്പര് ചെന്നാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് വാപ്പനെ അത് എന്റെ കയ്യിൽ നേരിട്ട് മൂപ്പര് ഏൽപ്പിക്കും. അപ്പൊ ഞാൻ പറയണല്ലേ, വാപ്പയ്ക്ക് എന്റെ സേവയൊന്നും വേണ്ട. എന്റെ പൈസയോ എന്റെ കാര്യങ്ങളോ വാപ്പയ്ക്ക് മാസം കിട്ടുന്ന പെൻഷൻ ഉണ്ടല്ലോ, ആ പൈസ വാപ്പയ്ക്ക് കൊടുത്തൂടെ? അതെന്റെ ചെലവിലാക്കണം. അത് മൂപ്പര് എന്താ കറണ്ട് ബില്ലിലേക്ക് അടിച്ചോന്ന് പറഞ്ഞു തരും. അത് ശരി. ബാക്കിയുള്ള ഭക്ഷണ കാര്യങ്ങൾ മരുന്ന് കാര്യങ്ങളൊക്കെ ഞാനാ മേടിച്ചു കൊടുക്കണ. ഗവൺമെന്റ് കൊടുക്കണ എന്താണ്? ഇപ്പൊ ആപ്പപ്പെട്ട വയസ്സന്മാർക്ക് കൊടുക്കുന്നത് ഓരോ ചെലവിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അതല്ലാണ്ട് വാപ്പനെ പിഴിഞ്ഞിങ്ങാണ്ട് അത് എനിക്ക് പുട്ടും കടല അടിക്കാനല്ല. ആ വാപ്പയ്ക്ക് വലിയ മോഹം ഉണ്ടാവും. നമ്മളെ കമ്പനിക്കാർക്ക് ഇന്ന് ചായ കുടിച്ച് നാളെ ഓനെ ഇന്റെ വക കൊടുക്കണം എന്നൊക്കെ വലിയൊരു ആഗ്രഹം ഒരുക്കുണ്ടാവും. ആ സമയത്ത് ആ പൈസയും കൂടി പിടുങ്ങിക്കാണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. ഉളുപ്പുണ്ട് കണക്കൊക്കെ. വാപ്പനെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിങ്ങാണ്ട് ഇങ്ങനെ വാപ്പ അവിടെ ഉണ്ട്, വാപ്പ സുഖമാണ്, ഞാൻ തിന്നാൻ കൊടുക്കുന്നുണ്ട്. എന്തിന്റെ പൈക്കളും നായ്ക്കളൊക്കെ ആൾക്കാർ കെട്ടിയിട്ടിട്ട് തിന്നാൻ കൊടുക്കില്ലേ? അതേമാതിരി ഈ വാപ്പനെ കണ്ടത് ഞാൻ കെട്ടിയിട്ടിട്ടൊന്നുമില്ല. വാപ്പ എപ്പം വേണമെങ്കിലും വാപ്പ എന്റെ മാതിരി വാപ്പ നല്ല മാനും അഭിമാനമുള്ള എന്റെ മാതിരി മാനം ഒരു ചൂടും ഇല്ലാതെ നടക്കണമെന്നല്ല. വന്നുങ്ങാണ്ട് നേരെ അങ്ങോട്ട് പോകും, ഇവിടെ വരും, വാപ്പ അവിടെ ഇങ്ങനെ കുത്തിരിക്കും. ഈ വാപ്പനോട് വർത്താനം പറഞ്ഞിട്ടില്ല. ആ പെൻഷൻ കിട്ടണമെന്നല്ല ഈ വർത്താനം പറയല്, ഒപ്പിടാനായിരുന്നു. എനിക്ക് എവിടെയാണ് സമയം? എനിക്ക് സമയം ഉണ്ടാവൂല. ഒരു കാലത്ത് വാപ്പയ്ക്ക് സമയമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. എന്നെ അന്ന് പൊന്നുപോലെ നോക്കിയ കാലുണ്ട് വാപ്പ. പൊന്നുപോലെ തന്നെ ഈ പൊന്നുപോലെ മറ്റേ മുക്കില് സ്വർണം പൂശിയിട്ട് പൊന്നുപോലെ നോക്കുകയാണ്, വേറെ ഒന്നുമല്ല. എന്താ ചെയ്യണ്ടേ? ഞമ്മക്കിപ്പോ മനസ്സിലാവണ എന്താ വെച്ചാല്, നിങ്ങൾ ഇപ്പോഴത്തെ പോക്ക് പോകുമ്പോ എന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താ പറയാ, 60-ാം വയസ്സിൽ അറിഞ്ഞ് ചത്തിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ വാപ്പമാരും ഉമ്മമാരും 70-ാം വയസ്സിൽ നിങ്ങളൊക്കെ എറിഞ്ഞു കൊല്ലും മക്കളെ.